അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ ഖിയാമ 33-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ പിന്നീട്, ദഹബ അവൻ പോയി, ഇലാ അഹ്ലിഹി അവൻ്റെ കുടുംബക്കാരിലേക്ക്, യത്തമത്ത അഹങ്കാരത്തോടെ നടന്നുകൊണ്ട്. സുമ്മ ദഹബ ഇലാ അഹ്ലിഹി യത്തമത്ത പിന്നീട് അവൻ കുടുംബക്കാരിലേക്ക് അഹങ്കാരത്തോടെ പോയി. ഫലാ സദ്ദഖ വലാ സ്വല്ല വലാകിൻ കദ്ദബ വതവല്ല. സത്യത്തെ അംഗീകരിച്ചില്ല, നമസ്കരിച്ചില്ല, നിഷേധിച്ചു, പിന്തിരിഞ്ഞു. എന്നിട്ട് അഹങ്കാരത്തോടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അവർ ഇങ്ങനെ നിഷേധ സ്വഭാവം കാണിക്കാൻ ഉണ്ടായ കാരണം യത്തമത്ത അഹങ്കാരമാണ്. ഞങ്ങൾ പോന്നവരാണ് എന്ന ചിന്തയാണ്. നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്, വിനാശത്തിലേക്കാണ് പോകുന്നത്, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. ഇത്ര സൗകര്യങ്ങളും ഇത്രമാത്രം ജീവിത വിഭവങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ യോഗ്യരായതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്താണുള്ളത്? എന്നിട്ട് നിങ്ങൾ ഞങ്ങളെക്കുറിച്ചാണ് നാശത്തിലേക്ക് പോകുന്നത് എന്ന് പറയുന്നുവോ? നിങ്ങളാണ് നാശത്തിലേക്ക് പോകുന്നവർ. നിങ്ങൾ അത്ര ഭാഗ്യത്തിൻ്റെ ആളുകളാണെങ്കിൽ നിങ്ങൾക്കല്ലേ ഒരുപാട് സൗകര്യങ്ങൾ ലഭിക്കേണ്ടത് എന്നാണ് ചോദിച്ചത്. ഭൗതികമായ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെ വിലയിരുത്തുന്ന വിവരദോഷികളായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾ. സൂറത്തുൽ മുത്തഫിഫീനിൽ ഇത്തരക്കാരുടെ മനോഭാവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫൈദം ഖലബു ഇലാ അഹ്ലിഹിം മുൻഖലബു ഫക്കിഹീൻ. അവർ തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കളിച്ചുല്ലസിച്ചാണ് മടങ്ങിപ്പോവുക എന്ന്. ഒരു ഗൗരവം അവർക്കുണ്ടാവുകയില്ല. അതേസമയത്ത് വിശ്വാസികൾ തങ്ങളുടെ കുടുംബക്കാരിൽ എவ்விധമാണ് ജീവിച്ചത് എന്ന് സ്വർഗത്തിൽ അവർ നടത്തുന്ന സംസാരമായി വിശുദ്ധ ഖുർആൻ അതിൻ്റെ 52-ാമത്തെ അധ്യായമായ സൂറത്ത് തൂർ 26-ാമത്തെ സൂക്തത്തിൽ ഇவ்விധം പറയുന്നത് കാണാൻ കഴിയും. ഇന്ന കുന്ന ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. ഞങ്ങൾ കുടുംബക്കാർക്കിടയിൽ ജീവിക്കുമ്പോഴും ഭയചകിതരായിരുന്നു. വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച്, അവിടുത്തെ വിചാരണയെക്കുറിച്ച്, അവിടെ രക്ഷപ്പെടേണ്ടതിനെ കുറിച്ചൊക്കെ നല്ല ഭയവും ആധിയും ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന്. ഇതാണ് വിനയമുള്ള വിശ്വാസിയും അഹങ്കാരമുള്ള നിഷേധിയും തമ്മിലുള്ള വ്യത്യാസം. ഈ സ്വഭാവമുള്ള ഏത് വ്യക്തിയെക്കുറിച്ചുമാകാം ഈ പരാമർശം. ഒരൊറ്റ വ്യക്തിയെക്കുറിച്ചാണ് ഈ ആയത്ത് എന്ന് പറഞ്ഞവർ അബൂജഹൽ അഥവാ അമ്ർ ഇബ്നു ഹിഷാമിനെയാണ് സൂചിപ്പിക്കുന്നത്. അയാൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ഖുർആൻ കേൾക്കാൻ വരികയും എല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാത്തവനെ പോലെ, എല്ലാം മനസ്സിലായിട്ടും ഒന്നും മനസ്സിലാകാത്തവനെ പോലെ അഹങ്കാരത്തോടെ തിരിച്ചു പോവുകയും പോകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നോവിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ആളുകൾ സത്യദീനിൽ വരുന്നതിന് തടസ്സമായി അയാൾ നിൽക്കുകയും ചെയ്തു. ഇത്തരക്കാരൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ആ വ്യക്തിയാണെങ്കിലും വേറെ ആരാണെങ്കിലും ആ സ്വഭാവമുള്ള എല്ലാവർക്കും ബാധകമാണ് ഇത്. വീട്ടിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം അഭിമാനത്തോടെ അവതരിപ്പിക്കും. എന്നാൽ വീട്ടുകാരെങ്കിലും കാര്യബോധമുള്ളവരും വിവേകമുള്ളവരും ആകണ്ടേ ഇയാളെ ഇത്തരം ചെയ്തികളിൽ തടയാൻ. അതല്ല, അവരങ്ങനെ ആയിരുന്നില്ല. അവരും ഇതിലൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. തിരുത്തേണ്ടതിന് പകരം ഇത്തരക്കാർക്ക് കുടുംബം കൂടി ഇവരുടെ ചെയ്തികൾക്ക് കൂട്ടാവുകയാണ് ചെയ്യുന്നത്. ഇത്തരം ദുർമാർഗികളിൽ ഉൾപ്പെടാതെ നമ്മയും നമ്മുടെ കുടുംബക്കാരെയും ഒക്കെ അള്ളാഹു രക്ഷിക്കുമാറാവട്ടെ. സുമ്മ മീമ ഇരട്ടിച്ചു വന്ന് മണിക്കുക. ഇലാ അഹ്ലിഹി മദ്ദിൻ്റെ അലിഫിന് ശേഷം മറ്റൊരു വാക്കിൽ ഹംസ് വന്നിരിക്കുന്നു. 4 അനക്കം വരെ നീട്ടാവുന്നതാണ്, നിർബന്ധമില്ല. മദ് ജായിസ് മുൻഫസിൽ. ثم ذهب إلى أهله يتمطى. ثم ذهب إلى أهله يتمطى. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ.